നമുക്ക് നല്ല ചെമ്മീനച്ചാർ ഇന്നൊന്ന് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ഞാനൊരു 3/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ആ ചെമ്മീനിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടെ ഒക്കെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെയൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒരു വലിയ കുടം വെളുത്തുള്ളി കൂടെ നമുക്ക് ചേർത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 3 വലിയ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വലിയ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പല്ലേ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പം കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചെമ്മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം തിളച്ച വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് പുരണ്ട് വരാൻ വേണ്ടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു 2 സ്പൂൺ വിനാഗിരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തതിന് ശേഷം ഇതേപോലെ ചൂട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീനച്ചാർ റെഡിയായി. ഇത് 2 ദിവസം വെച്ചിട്ടെടുക്കണം കേട്ടോ.